കഞ്ചാവ് മാഫിയ വീടടിച്ച് തകർത്തതായി പരാതി. മുക്കമ്പാലമൂട് ഷീജ നിവാസ് കോൺട്രാക്ടർ വാമദേവൻ മകൻ ശൈലേഷിന്റെ വീട് കഞ്ചാവ് മാഫിയ അടിച്ചു തകർത്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളപ്പിൽശാല പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട് ഇവിടെ താമസമില്ല. അച്ഛന് സുഖമില്ലാത്ത കാരണം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാനിവിടെ അല്ല താമസം, കവടിയാറാണ് താമസം. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം നിരന്തരം വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോവുകയും പലതവണ തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് കഞ്ചാവ് കച്ചവടവും വിരഹ പ്രശ്നങ്ങളും കുറേ പയ്യന്മാർ വന്ന് അവിടെ ബഹളവും അട്ടഹാസങ്ങളും കഞ്ചാവ് വലിയൊക്കെ ആയിരുന്നു. പലതവണ പോലീസ് പരാതിപ്പെട്ടു, പല ആളുകൾ പരാതിപ്പെട്ടു. 35-ലധികം കേസ് ആ പുള്ളിക്കാരൻ്റെ പേരിൽ വിളപ്പിശാലയുണ്ട്. ഇപ്പോൾ എൻ്റെ വീട് മൊത്തം അടിച്ചു പൊട്ടിച്ചു, പിന്നെ എൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഇങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ ജീവിക്കാൻ സ്വൈര്യ ജീവിതം പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ. ഞാൻ വിളപ്പിൽ ഏരിയ സെക്രട്ടറിയാണ്. ഇവിടെ നിരന്തരം ഇവിടെ ഒരു ഗുണ്ടാവിളയാട്ടമാണ്, അതായത് നമ്മുടെ കഞ്ചാവ് കച്ചവടം, അങ്ങനെയുള്ള നിരന്തര പ്രശ്നങ്ങൾ. ഇപ്പോൾ കയറി നമ്മുടെ ചേട്ടൻ്റെ വീടടിച്ച് പൊട്ടിച്ചു. എന്തായാലും ഒരു നടപടി എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം. ഈ ആ വീട്ടുകാരൻ 5000 രൂപയ്ക്ക് വിറ്റ് എന്നിട്ട് അതിന് കൊണ്ടൊന്ന് മോട്ടിക്കാൻ നമ്മൾ കേസ് കൊടുക്കുന്നതല്ല. ബിസിനസ്സാണ് കഞ്ചാവും മറ്റു ബിസിനസ്. അതിൻ്റെ ലഹരിയിലാണ് ഈ വീടുകൾ കയറി കൊള്ള നടത്തുന്നതും വീടുകളെ നശിപ്പിക്കുന്നതും ആൾക്കാരെ അടിക്കുന്നതും എല്ലാം സ്ഥിരം ഉള്ള പരിപാടിയാണ്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ, അതായത് പോലീസ് തന്നെ ഇതിൽ ഇടപെടണം. ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഭീഷണിയാണ്. ഇവരെന്തും ചെയ്യും, അങ്ങനെ മടിക്കാത്തവരാണ്. ഇത് ഒന്നല്ല, പല ആവർത്തിയിലും പല വീടുകളിലും പല ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് പല പ്രാവശ്യം പിടിച്ചു കൊടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സാധനം വേണമെന്നാണ്, എങ്കിലേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ട്. ശകലം മതിയല്ലോ, തെളിയിക്കാമല്ലോ. അല്ല, അത് കൊണ്ടു കൊടുക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. നമ്മളെ കൊണ്ട് സാധിക്കുമോ കിലോ കണക്കിന് വരെ കൈ കൂടി? ഇവർ കിലോ കണക്കിന് സാധനമുണ്ട്, പക്ഷേ അത് ഒളിവിൽ വെച്ചിട്ടാണ് ശകലിച്ചെടുത്ത് ഇവർ കൊണ്ട് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഊർജിതമായ അന്വേഷണം വേണമെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള ഈ സ്വഭാവങ്ങൾ മാറും. കൂലിപ്പണിയെടുത്ത് ജീവിക്കട്ടെ, ഇതല്ല വേണ്ടത് ജനങ്ങൾക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് നടപടിയാണെങ്കിലും എടുക്കുക, ഇവരെ ശിക്ഷിക്കുക, അകത്താക്കുക. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. ഇവരെ ബിസിനസ് അവസാനിപ്പിക്കുക. അത് നാട്ടുകാർ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കുന്നത്? ഉദ്യോഗസ്ഥർ തന്നെ വിചാരം, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അത് ശ്രമിക്കണം. എൻ്റെ പേര് മാധവനാണ്. അത് ഞാൻ പൊതുപ്രവർത്തനം തന്നെ, CPM-ൻ്റെ പൊതുപ്രവർത്തകൻ തന്നെ. മുക്കാമ്പാലമൂട് വാമദേവൻ കൺട്രാക്ടിൻ്റെ വീടിനാണ് കഞ്ചാവ് മാഫിയ ഈ വീട് അടിച്ചു തകർത്തിരിക്കുന്ന രംഗമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മേഖല ഒട്ടാകെ കഞ്ചാവ് മാഫിയ കൈയടക്കുകയും മനുഷ്യരുടെ ജീവനും സ്വത്തിനും തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴായിട്ട് പോലീസ് സ്റ്റേഷനിലും മറ്റു പല മേഖലകളിലും പരാതി കൊടുക്കുകയും ചിലപ്പോഴൊക്കെ അവിടെ നിന്നുള്ള അന്വേഷണം നടത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വരെ ആക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വളരെ ശക്തിയായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കഞ്ചാവ് മാഫിയ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയിലേക്കാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് എല്ലാവരുടെയും ഒരു ശ്രമം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് നീതി കിട്ടുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എൻ്റെ പേര് ബിജു പേയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്.